ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് വൻ തിരിച്ചടിയെന്ന് ഇസ്രയേൽ. റോക്കറ്റ് ലോഞ്ചറുകളും രഹസ്യ ആയുധശേഖരവും കണ്ടെത്തിയതായി IDF. പശ്ചിമേഷ്യയിൽ വീണ്ടും ഇപ്പോൾ സംഘർഷം രൂക്ഷമാകുന്നതായി തന്നെ സൂചനകൾ. ഇതുമാത്രമല്ല, തെക്കൻ ലെബനനിലാണ് ഹിസ്ബുള്ളയുടെ വൻ ആയുധശേഖരം കണ്ടെത്തി നശിപ്പിച്ചതായി തന്നെ ഇസ്രയേൽ പ്രതിരോധ സേനയായ IDF അവകാശപ്പെട്ടിരിക്കുന്നത്. റോക്കറ്റ് ലോഞ്ചറുകൾ, റോക്കറ്റുകൾ, സ്ഫോടക വസ്തുക്കൾ, മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവ ഒളിപ്പിച്ചിരുന്ന രഹസ്യ സംഭരണ കേന്ദ്രമാണ് കണ്ടെത്തിയതെന്നാണ് അവിടെ IDFന്റെ വിശദീകരണം. ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട വിവരമനുസരിച്ച് തെക്കൻ ലെബനനിലെ സുരക്ഷാ മേഖലയിലായിരുന്നു ഈ പ്രത്യേക സൈനിക ഓപ്പറേഷൻ നടത്തുന്നത്. അതുമാത്രമല്ല, ഗോലാനി ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹിസ്ബുള്ളയുടെ അവർ ഉപയോഗിച്ചിരുന്നതായി തന്നെ വ്യക്തമാക്കുന്ന ആയുധ സംഭരണ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. റോക്കറ്റ് ലോഞ്ചറുകൾ, മെഷീൻ ഗണ്ണുകൾ, സ്ഫോടക വസ്തുക്കൾ, മിസൈലുകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവ ഇവിടെ തന്നെ സൂക്ഷിച്ചിരുന്നതായും അവ പിന്നീട് സൂക്ഷ്മമായി തന്നെ അവിടെ നശിപ്പിച്ചതായും IDF അറിയിച്ചു. ഇസ്രായേൽ സൈന്യത്തിന്റെ വാദമനുസരിച്ചുകൊണ്ട് തന്നെ ഈ ആയുധങ്ങൾ ഭാവിയിൽ ഇസ്രായേൽ സൈന്യത്തെയും സാധാരണ പൗരന്മാരെയും ലക്ഷ്യമിട്ട് അവിടെ ആക്രമണം നടത്താനായിരുന്നു ഇത് അവിടെ ഒരുക്കിയിരുന്നത്. അതുമാത്രമല്ല, ഹിസ്ബുള്ളയുടെ പുനരധിവാസ ശ്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നടത്തിയതെന്നും IDF വ്യക്തമാക്കുന്നു. അടുത്തിടെ തന്നെ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണങ്ങളും അതിർത്തി മേഖലയിലെ സൈനിക നീക്കങ്ങളും വീണ്ടും അവിടെ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ ഓപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത്. വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ട് തന്നെ ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നതും അതിനാൽ തന്നെ അവിടെ ആവശ്യമായ ഇടത്ത് തന്നെ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഈ സംഭവത്തിൽ ഹിസ്ബുള്ളയോ ലെബനൻ ഭരണകൂടമോ ഇതുവരെയും ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ഇസ്രായേലിന്റെ അവകാശങ്ങൾ സ്വതന്ത്രമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലെബനൻ അതിർത്തിയിലും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതും ഈ സാഹചര്യത്തിൽ ഈ പുതിയ കണ്ടെത്തൽ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും സങ്കീർണമാക്കുകയാണ്. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി തകർക്കാനുള്ള നടപടികൾ തുടരുമെന്നും ഇസ്രായേലിന്റെ പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നതാണ്. അതുമാത്രമല്ല, എന്തുകൊണ്ടാകാം ഇത്തരമൊരു പ്രതികരണം ഇവിടെ നടത്തിയതെന്നും ഇവിടെ ലോകം ഉറ്റുനോക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ IDF ആകട്ടെ ഇത്തരത്തിൽ വൻ ആയുധശേഖരം കണ്ടെത്തുകയും അത് നശിപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.